അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന് നമ്മൾ പള്ളികളിൽ പലപ്പോഴും കസേരകൾ വർദ്ധിച്ചു വരുന്നതായി കാണുന്നു. മുസല്ലകളേക്കാൾ കസേരകളുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകാറുണ്ട്. എന്തുകൊണ്ടങ്ങനെ കസേരകൾ വർദ്ധിച്ചു? നമ്മുടെ ആരോഗ്യം വളരെ പരിമിതമായിട്ടുണ്ട്. ഏതെങ്കിലും ആക്സിഡൻറ്റ് കൊണ്ടോ വാർദ്ധക്യത്തിൻ്റെ അങ്ങേയറ്റത്ത് ഉള്ളത് കൊണ്ടോ ശാരീരികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് അനുവദിക്കപ്പെട്ട കാര്യമാണ് കസേരകൾ. പക്ഷേ മുസല്ലകളേക്കാൾ കസേരകൾ കൂടുതൽ കാണുന്നു. 25, 40, 30, 35, 40 വയസ്സല്ല, 25, 28 വയസ്സായ ചെറുപ്പക്കാരായ ആളുകൾ പോലും കസേരകളിൽ ഇരുന്നു കൊണ്ടാണ് നമസ്കരിക്കുന്നത്. അവരുടെ നട്ടലിന് പ്രശ്നമുണ്ട്, അവരുടെ ആരോഗ്യസ്ഥിതി വഷളായിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? പണ്ടൊക്കെ നമ്മൾ എത്രയോ വലിയ വെയിറ്റുകൾ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, ശക്തനായ വിശ്വാസിയാണ് ദുർബലനായ വിശ്വാസിയേക്കാൾ അള്ളാഹുവിന് ഇഷ്ടം. അതായത് ശക്തനായ വിശ്വാസിയുടെ പ്രത്യേകത എന്താ? ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൃത്യമായി ഒരു ഫാത്തിഹ അല്ലെങ്കിൽ സൂറത്തുകൾ കൃത്യമായി നല്ല രീതിയിൽ ഓതാനൊക്കെ സാധിക്കാതെ കൃത്യമായി സുജൂദും റുക്കുവും ചെയ്യാനൊക്കെ സാധിക്കുന്ന നല്ല ദൃഢാരോഗ്യവാന്മാരായ ആളുകൾ, നല്ല പാനിൽ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യാൻ സാധിക്കും നമ്മൾ ആരോഗ്യവാനാണെങ്കിൽ. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകൾ. നല്ല ആരോഗ്യത്തോട് നമ്മൾ ജീവിക്കുമ്പോൾ, നല്ല ഉന്മേഷത്തോടും ആവേശത്തോടും ആരോഗ്യത്തോടും നമ്മൾ ജീവിക്കുമ്പോൾ, പല ആളുകളും എൻ്റെ വീഡിയോ കാണുന്ന എന്നിൽ നിന്ന് അറിവ് കേൾക്കാൻ വേണ്ടി മാത്രമല്ല, ചില ആളുകൾ പറയും നിൻ്റെ വാക്കുകളൊക്കെ ഇങ്ങനെ ഒരു എനർജി ഇങ്ങനെ വരും എന്ന് പറയാറുണ്ട്. ചില ആളുകൾ വിളിക്കും, സാറേ ഏടെ നിങ്ങൾക്ക് ഇത്ര പവർ കിട്ടുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട് ചില ആളുകൾ പണ്ടത്തെ വീഡിയോ ഒക്കെ കാണുമ്പോൾ. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ആരോഗ്യവാനായിരിക്കാൻ വേണ്ടി എന്നും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. ആഴ്ചയിൽ ഒരു 3 ദിവസങ്ങളിൽ വ്യായാമം ചെയ്യണം. അതുപോലെ നാട്ടിലൊക്കെ ആയിരിക്കുന്ന ആളുകൾ പരമാവധി നടക്കാൻ വേണ്ടി ശ്രമിക്കണം. ചില ആളുകൾ നടക്കുന്നേ ഇല്ല. ഇവിടുന്ന് കുറച്ചപ്പുറമാണ് വെള്ളം എടുക്കാൻ പോകാനെങ്കിൽ മടിയാണ്, ആരെങ്കിലും പോകുമെന്ന് കാത്തിക്കാൻ, അല്ലെങ്കിൽ സുഹൃത്ത് കൊണ്ടുവരുമെന്ന് കാത്തിക്കാൻ വെള്ളം. ചില ആളുകൾ ഒന്ന് ലിഫ്റ്റ് 2ാം നിലയിലായിരിക്കും ലിഫ്റ്റിൽ താമസം പ്രവാസ ലോകത്തൊക്കെ. എന്നാൽ ആ 2ാം നിലക്ക് പോലും ഒന്നും നടന്നു പോവില്ല, അതും ലിഫ്റ്റിൽ തന്നെ പോകും. അങ്ങനെ അതുപോലെ നാട്ടിൽ ചെറിയ അടുത്തുള്ള കുടുംബ വീടുകളും സന്ദർശിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ വാഹനം എടുത്തിട്ട് പോകും, സ്കൂട്ടി എടുത്തിട്ട് പോകും. കാറുണ്ടാവും, സ്കൂട്ടി ഉണ്ടാവും. നമുക്കറിയാം മിക്ക വീടുകളിലും വാഹനമുണ്ട്, കാറുണ്ട്, സ്കൂട്ടിയുണ്ട്, ബൈക്കുണ്ട്. അപ്പോൾ നടക്കുക എന്നത് വളരെ പരിമിതമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഈ അടുത്തടുത്ത വീടുകളിലേക്ക് നമ്മൾ നടക്കുക, കുടുംബ വീട്, അയൽവക്കത്തെ വീടുകളിലൊക്കെ നടക്കുക. അതുപോലെ വെള്ളിയാഴ്ച പള്ളികളിലേക്ക് നടക്കുക. എത്ര പ്രതിഫലം നടക്കുന്നതിനുണ്ട്. ചവിട്ടടിക്കനുസരിച്ച് പ്രതിഫലം. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ നിങ്ങൾ മെല്ലെ നടക്കുക, അതായത് കുറച്ച് നേരത്തെ ഇറങ്ങുക, പള്ളിക്ക് മെല്ലെ നടന്നു പോവുക. കാരണം എന്താ? ചവിട്ടടിക്കാണല്ലോ പ്രതിഫലം പറഞ്ഞത്. അതുകൊണ്ട് മെല്ലെ നടക്കുമ്പോൾ ഒരുപാട് ചവിട്ടടി കിട്ടുമല്ലോ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ നടക്കുക. അതുപോലെ കുടുംബ സന്ദർശനവുമായി ബന്ധപ്പെട്ട് എവിടെ ഇന്ന് കുടുംബ സന്ദർശനം? അതായത് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ച് കഴിഞ്ഞു അവൻ്റെ കുടുംബ സന്ദർശനം. അങ്ങനെയല്ല, മറിച്ച് നമ്മൾ നാട്ടിലൊക്കെ ആയ സമയത്ത് അധികം കുടുംബക്കാരുമായി ഇടപഴകുക. ഇവിടെയും തന്നെ അല്ലെങ്കിൽ ഒരു കുടുംബക്കാരുണ്ടെങ്കിൽ അവനൊന്ന് കാണാൻ പോകാൻ വേണ്ട സമയമില്ല. 10 12 മണിക്കൂർ ഡ്യൂട്ടിയില്ലു, 11 12 മണിക്കൂർ, ബാക്കി സമയമുണ്ടല്ലോ. 6 7 മണിക്കൂർ ഉറങ്ങിക്കോട്ടെ, എന്നാലും സമയമുണ്ട്. സമയമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. അതുപോലെ കുടുംബ വീടുകളിലേക്ക് നടന്നു പോവുക, കുടുംബ സന്ദർശനം നടത്തുക, തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ നടന്ന് പോയി കാണാൻ വേണ്ടി പോവുക. ചില സന്ദർഭം നടക്കുക. അതുപോലെ കബർസ്ഥാനിലേക്ക് പോലും നടക്കാത്ത ആളുകൾ. വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് കുറച്ചപ്പുറമായിരിക്കും കബർസ്ഥാനം. അപ്പോൾ വീടിൽ നിന്ന് പള്ളിയിൽ നിന്ന് യാസീൻ ഓതണം, അത് വേറെ വിഷയം. പക്ഷേ ഓതുന്ന ആളുകൾക്ക് പള്ളിയിൽ നിന്നിട്ട് തന്നെ ഓതുന്ന ആ സമയത്ത് യാസീൻ ഓതുന്നത് നമുക്കറിയാം, നിസ്കാരത്തിന് ശേഷം യാസീൻ ഓതുമ്പോൾ. അപ്പോൾ ഇവിടെ അവിടെ കബർസ്ഥാനിൽ കുറച്ച് നടക്കണം. അതുകൊണ്ടാണ് മുന്നിൽ ഇവിടെ ഇരുന്നിട്ട് യാസീൻ ഓതും. 10 ചവിട്ട് 20 ചവിട്ടേ നടക്കണ്ടു. അതുപോലെ കുടുംബ സന്ദർശനം, അതുപോലെ രോഗിയെ സന്ദർശിക്കുക. അപ്പോൾ പ്രവാചകൻ പറഞ്ഞ മറ്റൊരു വചനം കൂടിയുണ്ട്, നിങ്ങൾക്ക് ആയുസ് വർദ്ധിക്കണം, ധാരാളം കാലം ഒരുപാട് വർഷം ജീവിക്കണമെന്ന് നിങ്ങൾക്ക് ആശയുണ്ടോ, ആഗ്രഹമുണ്ടോ എങ്കിൽ നിങ്ങൾ കുടുംബ സന്ദർശനം നടത്തുക. ആയുസ് വർദ്ധിക്കും. അതെങ്ങനെ അതിൻ്റെ പിന്നിൽ നടക്കുന്ന പ്രക്രിയകൾ എന്തെന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരുപാട് കുടുംബ സന്ദർശനം നമ്മൾ നടത്തുമ്പോൾ പണ്ടത്തെ കാലത്ത് നമുക്കറിയാം, യാത്രയുമായി ബന്ധപ്പെട്ട് ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരും, ഒരുപാട് നടക്കേണ്ടി വരും. അതുപോലെ ഒരുപാട് ആളുകളിൽ നല്ല ബന്ധം ഉണ്ടാവും, നല്ല നല്ല ചിന്തകൾ വരും, നല്ല നല്ല കമ്മ്യൂണിക്കേഷൻ നടക്കും അവിടെയൊക്കെ. അങ്ങനെ വിശാലമായി നമ്മൾ ചിന്തിക്കുക. ഒരു ഹദീസോ ഒരു ആയത്തോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിത് വെച്ച് വിശദമായി ചിന്തിക്കുക. ഹദീസ് നമ്മളെ ബുദ്ധിക്കനുസരിച്ച് പറയണമെന്നല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയല്ല, മറിച്ച് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ കുടുംബ സന്ദർശനം, അതുപോലെ സുഹൃത്തിനെ കാണാൻ പോവുക, കാറിൽ പോവുക, അതിന് പകരം നടന്നു പോവുക. അതുപോലെ ആരോഗ്യകരമായ ബെനിഫിറ്റും ഉണ്ട്, ഒരുപാട് ആരോഗ്യകരമായ ബെനിഫിറ്റ്. കുറച്ച് ഞാൻ കമൻറ്റിൽ വിടാം, ഒരുപാട് പറയാനുണ്ട്, ഒരുപാട് വായിക്കാനുണ്ടത്. കാരണം നമുക്ക് അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ കൂടുതൽ അറിയുന്ന ആളല്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ട് രക്തസമ്മർദ്ദം വർദ്ധിക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും അതുപോലെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായി നടക്കാനൊക്കെ ധാരാളം നടക്കുന്നത് സഹായിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുപോലെ സ്റ്റെപ്പ് കയറുമ്പോൾ നമുക്കറിയാം, നമ്മളെ കാലിൻ്റെ ചില ആൾ ഇങ്ങനത്തെ വ്യായാമം ചെയ്യേണ്ടത്, അതായത് കാലിങ്ങനെ കുത്തിയിട്ട്, ഞങ്ങൾക്ക് ഈ കട്ടെല്ലാം ചെയ്തിട്ട് അത് ഇടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഈ കാലിങ്ങനെ ഇങ്ങനെ ചെയ്യുക. കാല് ജിമ്മിലൊക്കെ വ്യായാമം കാണാൻ വേണ്ടി സാധിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളെ കാലിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, കാലിൻ്റെ ഈ ഭാഗത്താണ് നമ്മൾ സെക്കൻഡ് ഹാർട്ട് എന്നറിയപ്പെടുന്ന സ്ഥലമില്ല. സെക്കൻഡ് ഹാർട്ട് എവിടെയില്ല?
ഈ ഫസ്റ്റ് ഹാർട്ട് ഇവിടെ നമ്മുടെ ഹൃദയത്തിലാണെങ്കിൽ സെക്കൻഡ് ഹാർട്ട് കാലിൻ്റെ ഇവിടെയാണുള്ളത്, കാലിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ. അപ്പോൾ അത് നമ്മളിങ്ങനെ ഈ വ്യായാമം ചെയ്യുന്ന സമയത്ത്, സ്റ്റെപ്പുകൾ കയറുന്ന സമയത്തൊക്കെ നല്ലോണം വർക്ക് ചെയ്യും. അപ്പോൾ നമ്മളെ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടാൻ, നിലനിർത്താനൊക്കെ സഹായിക്കും. അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഈ ചെറുപ്പം അങ്ങനെ ശീലിക്കുകയാണെങ്കിൽ, ഒരുപാട് സമയം നമ്മൾ അങ്ങനെ ചെയ്യുകയും ശീലിക്കുകയും നടക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ പള്ളികളിൽ കസാലൊന്നും വേണ്ടിയില്ല എന്നാണ് ഞാൻ ഒരു 2 കൊല്ലം ആളുകളൊക്കെ അങ്ങനെ തീരുമാനിച്ച് വ്യായാമമൊക്കെ ചെയ്യാൻ തീരുമാനിച്ചു. ഇപ്പോൾ പല ആളുകളെയും നമ്മൾ നാട്ടിൽ കാണുമ്പോൾ 40 കഴിഞ്ഞവർ നമ്മൾ നടക്കുന്നതും ഓടുന്നതും ചാടുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് അപ്പോഴാണ് തോന്നുന്നത്, 40 വയസ്സൊക്കെ ഒരുപാട് പ്രായം അങ്ങോട്ട് എത്തിയിട്ടാകുമ്പോൾ തോന്നുന്നു കുറച്ച് നടക്കണം, ശരി ഉഷാറാണ്, ഇപ്പോൾ കുറച്ച് കതക്കുന്നുണ്ട്, ഒരു സ്റ്റെപ്പ് കയറാൻ പോലും കഴിയുന്നില്ല. എന്തുകൊണ്ടങ്ങനെ ഒറ്റയടിക്ക് അങ്ങനെ ആയതല്ല, ഒറ്റയടിക്ക് സ്റ്റെപ്പ് കയറാനാത്ത അവസ്ഥ വന്നതല്ല മനുഷ്യന്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഈ സാൻഡ്വിച്ചുകൾ, മയോണിസ് അടങ്ങിയ ഭക്ഷണങ്ങൾ, പൊറോട്ട, അതുപോലെ ഫാസ്റ്റ് ഫുഡുകൾ, ഇതൊക്കെ നമ്മുടെ ശരീരത്തെ ഒരുപാട് തടിച്ചവനും, ഒരുപാട് ചില ആളുകൾ മെഞ്ഞവനെ കാണുമ്പോൾ തന്നെ ബേജാറ് ഒരാൾക്ക്. എന്താ പറയുക, ഓനാണെങ്കിൽ തടിച്ചിട്ട് കുടുംബക്കാർ തടിച്ചിട്ട് ഇതിനിടയ്ക്ക് ഒരു തമാശയാണ് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരാൾ നമ്മൾ റൂമിലെല്ലാവരും ഇങ്ങനെ തൂക്കുന്ന സമയത്ത് ഞാനിങ്ങനെ തൂക്കി നോക്കി. അപ്പോൾ ഒരാൾ കുറച്ച് വെയിറ്റില്ല ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു തമാശ ഉണ്ട്. അപ്പോൾ അദ്ദേഹം 98 കിലോ ഇല്ലു, 100 അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു തമാശ, അദ്ദേഹം പറയാം, എൻ്റെ കുടുംബത്തിലെല്ലാവരും 100 മുകളിലുണ്ട്, ഞാൻ മാത്രം. ചില ഹോർമോണുകൾ കൊണ്ടും ഇതുകൊണ്ടും അങ്ങനെ സംഭവിക്കാം. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഇങ്ങനെയുള്ള ഫാസ്റ്റ് ഫുഡ് ഭക്ഷണങ്ങളും ഇങ്ങനെയുള്ള തടി കൂടുന്ന ഭക്ഷണങ്ങൾ കഴിച്ച് ആരോഗ്യത്തെ നമ്മൾ നശിപ്പിച്ച് നമുക്കൊന്നും ചെയ്യാൻ 10 പടി പോലും കയറാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകരുത്. നാട്ടിൽ വെള്ളം കോരുന്ന അവസ്ഥയിൽ ഇന്ന് കുറഞ്ഞിട്ടുണ്ട്. വെള്ളം കോരുന്ന ആളുകൾ വെള്ളം കോരുക, ഇതൊക്കെ ശരീരത്തിന് നല്ലതാണ്. വെള്ളം കോരുകൾ അരക്കുന്ന പരിപാടിയൊന്നും ഇല്ല, നമുക്കറിയാം, സ്വിച്ചിട്ടല്ല. അതുകൊണ്ട് ഒരുപാട് യന്ത്രങ്ങൾ വന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ശീലം വളരെ കുറഞ്ഞിട്ടുണ്ട്. ചെടിക്ക് വെള്ളം ഒഴിക്കുക, ചെടിക്ക് ഒന്ന് ശരിയാക്കുക. നാട്ടിലൊക്കെ ഇല്ല ആളുകൾ അങ്ങനെയൊക്കെ തൂമ്പെടുത്ത് വെറുതെ കളക്കുക. ആഴ്ചയിൽ 4 പ്രാവശ്യം വ്യായാമം ചെയ്യുക, 4 ദിവസമെങ്കിലും. ശരി, നമ്മൾ നോക്കണം. അതുപോലെ നല്ല നല്ല ഭക്ഷണം കഴിക്കണം. നെക്സ്റ്റ് ചില ആളുകൾ ഇപ്പോൾ പ്രവാസത്തിലൊക്കെ നമുക്കറിയാം, പൈസ ഒരുപാട് മൂല്യം കൂടിയിട്ടുണ്ട്. ഒരുപാട് പൈസക്ക് മൂല്യം കൂടിയിട്ടാകുമ്പോൾ ഇപ്പോൾ 304, 308, 306 ആയ സന്ദർഭമുണ്ട്. ഈ മൂല്യം കൂടിയാകുമ്പോൾ എന്താവും എന്ന് വെച്ചാൽ ഒരു 200, 300 ദിനാറൊക്കെ അയക്കുന്നവന് 2000, 3000 കൂടുതൽ പൈസ കിട്ടും. അപ്പോൾ അതും കൂടി അയക്കും. ഒരു ഉറുപ്പയുടെ ഒരു ദിനാറ് പോലും വെക്കാതെ അയക്കുന്നവരെ എനിക്കറിയാം. ഇന്നും വർഷങ്ങളായിട്ട്, 15 വർഷമായിട്ട് ഇന്നും കയ്യിലൊരു 10 രൂപ വെക്കാതെ അയക്കുന്നവർ നമുക്കറിയാം. പക്ഷേ അങ്ങനെയല്ല, മറിച്ച് പൈസക്ക് മൂല്യം കൂടുമ്പോൾ പൈസ അധികം കിട്ടുമല്ലോ, നാട്ടിലധികം കിട്ടുമല്ലോ. അപ്പോൾ നിങ്ങൾ എന്താക്കാം, ഒരു 5, 3, 4 ദിനാറ്, 2, 3 ദിനാറ് എടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് എന്തെങ്കിലും നട്ട്സുകൾ വാങ്ങി കഴിക്കാം. ബദാമോ, പിസ്തയോ, വാൽനറ്റോ, നല്ല ഈത്തപ്പഴോ. ഇതിപ്പോൾ നമുക്കറിയാം വില കുറവാണെന്നുണ്ട്. അപ്പോൾ നല്ല ഈത്തപ്പഴം അങ്ങനെയൊക്കെ വാങ്ങി കഴിക്കുക. ധാരാളമായി വെള്ളം കുടിക്കുക. അങ്ങനെ നമ്മളെ ആരോഗ്യത്തെ നമ്മളെപ്പോഴും സംരക്ഷിച്ച് നിർത്തുക. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാരുടെയും നല്ല നല്ല ആളുകളുടെ ക്ലാസ്സൊക്കെ കേൾക്കുക. നമ്മൾ ഒരു ദുർബലനായി പോകരുത്. ഒന്നിനും കൊള്ളാത്ത ഒരു 10 ആയത്ത് ഓതുമ്പോൾ ക്ഷീണിച്ചു പോകുന്ന ഒരു സുഹൃത്ത് കഹ്ഫ് തേച്ചു ഓതാൻ കഴിയാത്ത ആളുകളെ നമുക്കറിയാം. മടി കൊണ്ടോ എന്തുകൊണ്ടോ ശീലിക്കാത്ത കൊണ്ടോ അല്ലാഹു അല അങ്ങനെ ആകരുത് നിങ്ങൾ. ഒരു വെള്ളിയാഴ്ച സുഹൃത്ത് ഇൻസാൻ ഓതാൻ പറഞ്ഞാൽ അത് രാവിലെ ഒരു അത്ര ആയത്തുള്ളൂ, അത് ഓതുക. സുഹൃത്ത് കഹ്ഫ് 110 ആയത്ത് ആകെയുള്ളൂ, നമ്മൾ ഓതുക, പാരായണം ചെയ്യുക. അതിൻ്റെ പരിഭാഷ അടക്കം വായിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എത്ര നേരം വായിക്കാണ് ഇരുന്നിട്ട് അത് ശീലിച്ച് മാറ്റുക. ഇപ്പോൾ സമ്പത്തിനെ കുറിച്ച് പറയുന്നിടത്ത് നമ്മൾ പറയാറുണ്ട്, എന്ത് സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്ര സമ്പാദിച്ചാലും ഇപ്പോൾ പണിയെടുക്കുന്ന ആളുകൾ പൈസ ബാക്കിയാകാറില്ല കൈ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ പലരും പരാതി പറയാറുണ്ട്, പണിയെല്ലാം എടുക്കുന്നില്ല, പൈസ ഇഷ്ടം പോലെ, പക്ഷെ കൈമൊന്നുമില്ല, ശൂന്യമാണ് കൈ. പക്ഷെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ പൈസ ഉണ്ടാക്കുക എന്നൊരു ശീലം നമുക്കുണ്ട്. പക്ഷേ അത് പിടിച്ചു വെക്കുക എന്നൊരു സ്കില്ലല്ല, അതൊരു ഹാബിറ്റ്, ഒരു ശീലമാണത്. ശീലിക്കണം. 100 കിട്ടുമ്പോൾ ഒരു 10 മാറ്റി വെക്കാൻ നമുക്ക് കഴിക്കണം. 1000 കിട്ടുമ്പോൾ 100 മാറ്റി വെക്കാൻ, 10,000 കിട്ടുമ്പോൾ 1000 മാറ്റി വെക്കാൻ, 1,00,000 കിട്ടുമ്പോൾ 10,000 നിന്ന് മാറ്റി വെക്കാൻ. അതൊരു സേവ് എങ്ങനെയെങ്കിലും മാറ്റി വെക്കാൻ. സദക്ക കൊടുത്താലും ശരി, ആർക്കും വെറുതെ കൊടുത്താലും ശരി, അത് നമുക്കായിട്ട് മാറ്റി വെക്കണം. ചില ആളുകൾ പറയാറുണ്ട്, പഠിച്ച ആളുകൾ 3 രൂപയായിട്ട് മാറ്റി വെക്കാം. അതായത് 100 രൂപ നിങ്ങൾ കുട്ടികൾക്ക് ശീലിപ്പിക്കുകയാണ്, നല്ലതാണ് ആൺകുട്ടികളൊക്കെ ശീലിപ്പിക്കാൻ. അവർക്ക് ആഴ്ചയിലോ മാസത്തിലോ 100 രൂപ കണക്കാക്കി വെക്കുക. ആ 100നെ 3 or 4 വിഭാഗമായിട്ട് 3 ഡിഫറൻ്റ് ആക്കുക. അതായത് ഒരു 50, ഒരു 25 ആക്കുക. 50 അവന് ഭാവിയിലേക്ക് വെക്കാൻ, അല്ലെങ്കിൽ ഈ 25 ഉണ്ടല്ലോ, അതിൽ നിന്ന് 25 ആർക്കും ദാനം കൊടുക്കാനും വെറുതെ കൊടുക്കാൻ ശീലിക്കണം. വലിയ ശീലമാണ്, നല്ലൊരു ശീലം കൂടിയാണ്. കോരുന്ന കിണറ്റിലെ വെള്ളം ഉണ്ടാവും നമ്മൾ പണ്ട് പറയാറുണ്ട്. കൊടുക്കുന്ന കൈകളാണ് ഏറ്റവും ഉത്തമമായത് വാങ്ങുന്ന കൈകളെക്കാളും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ ആ ശീലം കുട്ടികൾ ഉണ്ടാക്കിയെടുക്കുക. ഈ 50 അവന് ഡിപ്പോസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 25 അവന് ഡിപ്പോസിറ്റ് ചെയ്യുക. ഒരു 25 അവന് ആർക്കെങ്കിലും ചിലവാക്കാൻ വേണ്ടി കൊടുക്കുക. ഒരു 25 എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം വാങ്ങാൻ പറയാം. അവൻ്റെ ചോയ്സ് അനുസരിച്ച് ഇഷ്ടപ്പെട്ട സാധനം. കുട്ടികളത് ശീലിച്ചെടുത്താൽ 50 അവന് ഭാവിയിലേക്ക് ഡിപ്പോസിറ്റ്, 25 ആർക്കും കൊടുത്ത് 25 അവനിക്ക് എന്താക്കുക, 25 അവനിക്ക് ഇഷ്ടപ്പെട്ട വാങ്ങുക, 25 ചിലവാക്കുക. ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ, തെറ്റുണ്ടോ? അപ്പോൾ ഇവിടെ 50. അപ്പോൾ ഈ സേവിങ്സ് എന്ന വലിയൊരു സ്കില്ല്, വലിയൊരു ഇത്
അവൻ വലിയൊരു ഹാബിറ്റ് ഇതിലൂടെ ശീലിക്കുകയും ആ സാമ്പത്തിക ഭദ്രത നേടിയെടുക്കാൻ സഹായിക്കുകയൊക്കെ ചെയ്യും. എൻ്റെ പല സംസാരത്തിൽ ആവർത്തനം വരുന്നെന്ന് ജെമിനി വരെ കംപ്ലയിൻറ്റ് പറയാറുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾ കൂടുതൽ പഠിക്കാനും നിങ്ങളുടെ അത് ഹൃദയത്തിൽ പതിയണമെന്നത് കൊണ്ടാണ് ഞാനത് ആവർത്തിക്കുന്നത്. പദങ്ങൾ പലപ്പോഴും ആവർത്തിക്കുന്നത് മനസ്സ് മാഞ്ഞു പോകരുത്. നമ്മൾ ഒരുപാട് സമയം ഇങ്ങനെ 10-15 മിനിറ്റൊക്കെ വേസ്റ്റായി പോകുക. നമ്മുടെ ജീവിതത്തിൽ വിലപ്പെട്ടതാണ് നമ്മുടെ സമയം. സമയത്തിന് പണത്തിനേക്കാൾ മൂല്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അപ്പോൾ വേസ്റ്റായി പോകരുത് നിങ്ങളുടെ സമയം. അനാവശ്യമായി ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ട മറ്റു വീഡിയോകൾ പോലെ ആകരുത്. എൻ്റെ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ തറയണം. അത് നിങ്ങളുടെ ഹൃദയത്തിൽ മാറ്റമുണ്ടാകണം, ചലനമുണ്ടാകണം. മതപരമായും ഭൗതികമായും നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരാനും നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാനും ആരോഗ്യത്തോടെ മക്കളെയും ഭാര്യയെയും സംരക്ഷിക്കാനും നല്ല രീതിയിൽ നോക്കാനും ഒക്കെ നമുക്ക് സാധിക്കുമാറാകട്ടെ. മരിക്കുന്നവരെ ഒരാളുടെ മുമ്പിൽ കൈ നീട്ടാതെ ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ ആരുടെ മുമ്പിൽ വലിയ അസുഖങ്ങളായി കിടക്കുന്നവരെക്കുറിച്ച് പലരും പരാതി പറയാറുണ്ട്. 4 ദിവസം 10 ദിവസം കിടന്ന് ആരും നോക്കിയില്ല, ആരും കാണുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ വലിയ പ്രയാസങ്ങളില്ലാതെ ഒരുപാട് കാലം കിടക്കാതെ ആരുടെ മുമ്പിലും കൈനീട്ടാതെ അങ്ങനെ വലിയ പ്രയാസം സ്വന്തമായി അധ്വാനിച്ച് സ്വന്തമായി ജീവിച്ച് നല്ല റാഹത്തോടെ ഇവിടുന്ന് മരിച്ച് നല്ല രീതിയിൽ മരിച്ച് പിരിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.